നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സഹകരണ ബാങ്ക് പരീക്ഷയിൽ വൻ മാറ്റങ്ങൾ. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുമായി നമ്മുടെ ഇപ്പം പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് സഹകരണ ബാങ്ക് പരീക്ഷയിൽ വന്ന മാറ്റങ്ങൾ, ആൻഡ് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ബാധിക്കുന്നത്? പ്രശാന്ത്, കേൾക്കുന്നുണ്ടോ? അഞ്ജിത കേൾക്കാവോ? ഓക്കെ. ഇവിടെ CSEB പോലുള്ള പരീക്ഷകൾ ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എക്സാം എപ്പോൾ നടക്കും എന്നൊരു വലിയൊരു വ്യാകുലത നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. കൂടാതെ ഇപ്പം നടന്ന പരീക്ഷയുടെ റിസൾട്ട് അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാവുമോ, ഇലക്ഷന് മുന്നേ വരുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊക്കെ കൂടെ ജനുവരി മാസം വന്ന CSEBയിലെ ഒരുപാട് മാറ്റങ്ങൾ CSEBയെ ഒന്നാകെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. 160ഓളം ചോദ്യങ്ങളിൽ നിന്നും 60 ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് 100 ചോദ്യങ്ങളാക്കുക, കൂടാതെ കൃത്യമായ സിലബസ് നൽകുക, ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളാണ് CSEB ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം. ചേട്ടാ, ഗുഡ് മോർണിംഗ്. ചേട്ടാ, ഈ CSEB പോലുള്ള എക്സാം എഴുതുന്ന ആളാണോ? അതെ, ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് അവരെങ്ങനെയാണ് ബാധിക്കുക ചേട്ടാ, പറയാവോ? അവരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു മാറ്റമാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ 160 ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പം ഞങ്ങളെ പോലുള്ളവരെ സംബന്ധിച്ച് ആകെ 100 ചോദ്യങ്ങളുടെ ഉത്തരം ഞങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അത്രയും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു. കഴിഞ്ഞ വട്ടമൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സിലബസ് പോലും ഇല്ലാണ്ട് ഞങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സിലബസ് ഉണ്ട്. കൃത്യമായിട്ടൊരു ചിട്ടയായിട്ട് ഞങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പം അതുകൊണ്ട് കൃത്യമായ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എക്സാമിന് പോകുവാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ നമുക്ക് 3 മാസം കൂടുമ്പോഴായിരുന്നു ഒരു പരീക്ഷ വന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും തന്നെ നമുക്ക് പരീക്ഷ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞ സ്ഥാപനം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പരീക്ഷകളും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ സഹകരണ മേഖലയിൽ അല്ലെങ്കിൽ CSEBയിൽ എന്ത് പരീക്ഷയിൽ എന്ത് മാറ്റം വന്നാലും അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ടാവുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പം കാക്കനാട് നിന്നും ക്യാമറാമാൻ അരുൺ ജോർജിനോടൊപ്പം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ സഹകരണ മേഖലയിലെ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും. അപ്പോൾ കാക്കനാട് നിന്നും ക്യാമറാമാൻ അരുൺ ജോർജിനോടൊപ്പം പ്രശാന്ത് കുമാർ, സൈനിങ് ഓഫ്.